തൊമിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇന്നത്തെ ദിവസം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇക്വിറ്റി ടാക്സേഷനെ കുറിച്ചാണ്. അപ്പോൾ ഇക്വിറ്റി ടാക്സേഷനിലേക്ക് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്? ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു നിക്ഷേപം നടത്തുമ്പോൾ ആ നിക്ഷേപത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രോഫിറ്റ് ഗെയിൻ, അതിന് വരുന്ന ടാക്സിനെയാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇക്വിറ്റി ടാക്സേഷനിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ടാക്സേഷനാണ് നമുക്കുള്ളത്. ഒന്നാമതായിട്ട് വരുന്നത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. എന്താണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്? അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ലെസ് ദാൻ 1 ഇയർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വരുന്ന ടാക്സിനെയാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് വരുന്നത് ഇപ്പം നമ്മൾ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. അത് മോർ ദാൻ 1 ഇയർ, അതായത് 1 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അതിന് എനിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിന് ഞാൻ കൊടുക്കേണ്ട ടാക്സിനെയാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. അപ്പം നോർമലി നമ്മളിപ്പോൾ ഒരു ഏർലിയർ സിറ്റുവേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഇപ്പോൾ 1 വർഷം, അതായത് ഞാൻ എന്തെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തു, 1 വർഷം ആകുന്നതിന് മുമ്പ് ഞാൻ വിഡ്രോ ചെയ്തു, അതിന് എനിക്ക് ലഭിക്കുന്ന ലാഭത്തിന് ഞാൻ കൊടുക്കേണ്ട ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15% ആണ്, 15% ഞാൻ കൊടുക്കേണ്ട, അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വന്നിരുന്നത്. പക്ഷേ പുതിയ ബഡ്ജറ്റിൽ ഇപ്പം നിലവിൽ അതിൽ വന്ന ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ 15% എന്നത് ഇപ്പം നിലവിൽ അത് 20% കൂട്ടിയിട്ടുണ്ട്. അത് ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ വന്ന ഒരു മാറ്റമാണ്. ഇനി അടുത്തായിട്ട് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ച് 10% നമുക്ക് ടാക്സ് കൊടുക്കാൻ നമുക്ക് ലയബിലിറ്റി ഉണ്ടായിരുന്നത്. പക്ഷേ പുതിയ ബഡ്ജറ്റ് പ്രകാരം അത് 12.5%, അതായത് ഒരു 2.5% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനി ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ നോക്കുന്ന സമയത്ത് ഇപ്പം നമുക്ക് നിലവിൽ ഇപ്പം എക്സംഷൻ, അതായത് നമുക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു സർട്ടൻ എമൗണ്ട് കഴിഞ്ഞതിന് ശേഷം വരുന്ന പ്രോഫിറ്റിന് മാത്രമേ നമ്മൾ ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി ഉള്ളൂ. ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ അങ്ങനത്തെ ഒരു എക്സംഷനും ഇപ്പം നിലവിൽ നമുക്ക് അവൈലബിൾ അല്ല. പക്ഷേ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ ഇപ്പം നിലവിൽ 1 ലക്ഷത്തിന് മേലെ വരുന്ന പ്രോഫിറ്റിന് മാത്രമാണ് നമുക്ക് ടാക്സ് കൊടുക്കാൻ നമുക്ക് ലൈബിലിറ്റി ഉണ്ടായിരുന്നത്. പക്ഷേ പുതിയ ബഡ്ജറ്റ് പ്രകാരം അത് 1.25 ലാക്ക്, അതായത് 1,25,000 മേലെ വരുന്ന പ്രോഫിറ്റിനെ നമുക്ക് ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഈ ഒരു മാറ്റമാണ് ഇപ്പം നിലവിൽ നമ്മളെ ടാക്സേഷനിൽ വന്നിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് ഒരു നിക്ഷേപകനെ ബാധിക്കുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു വളരെ ലളിതമായിട്ടുള്ളൊരു കണക്കിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിന് നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് തൊമ്മിച്ചനെ തന്നെ നമുക്ക് എടുക്കാം. ഇപ്പം സപ്പോസ് തൊമ്മിച്ചൻ ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഈ തുക 15 ലക്ഷം രൂപയായി. അതിനുശേഷം 15 ലക്ഷം രൂപയായി. അപ്പോൾ ഈ സമയത്ത് തൊമ്മിച്ചൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം അതിൽ നിന്ന് 7.5 ലാക്ക് വിഡ്രോ ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ ഈ എമൗണ്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ 7.5 ലാക്കിൽ 2 പോർഷൻ ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ 7.5 ലാക്കിൽ 5 ലാക്ക് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലാണ്. 2.5 ലാക്കാണ് ഇദ്ദേഹത്തിന് ഇതിൽ പ്രോഫിറ്റിൻ്റെ പോർഷൻ വരുന്നത്. 2.5 ലാക്കാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു പോർഷൻ ഇദ്ദേഹത്തിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു പോർഷൻ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ടാക്സ് കൊടുക്കാൻ ലൈബിലിറ്റി ഉള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ സിനാരിയോയിലും ഇപ്പോഴത്തെ സിനാരിയോയിലും എന്താണ് ഇതിൽ വ്യത്യാസം വരുന്നത്? പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, അതായത് ഇപ്പോൾ ഓൾഡ് സിനാരിയോയിൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് 2.5 ലാക്കിൻ്റെ
15% ആണ് ടാക്സ് കൊടുക്കാൻ ഇദ്ദേഹത്തിന് ലൈബിലിറ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ 2.5 ലാഖിൻ്റെ 15% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 37,500 രൂപ ഇദ്ദേഹം ടാക്സ് കൊടുക്കണം. എന്നാൽ പുതിയ ബഡ്ജറ്റ് പ്രകാരം വന്നേക്കുന്നത് ഇത് പുതിയ ഇതിൽ ഇപ്പോൾ നിലവിൽ നമ്മളത് 20% നമുക്ക് ടാക്സ് കൊടുക്കാൻ നമുക്ക് ലൈബിലിറ്റി ഉണ്ട്. അപ്പോൾ 2.5 ലക്ഷം രൂപയുടെ 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപ. 50,000 രൂപ നമ്മളെ സംബന്ധിച്ച് ടാക്സ് കൊടുക്കാൻ നമുക്ക് ലൈബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 12,500 രൂപയുടെ എക്സ്ട്രാ ടാക്സേഷൻ ആണ് ഈ പുതിയ ബഡ്ജറ്റ് പ്രകാരം ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്തൊരു 6 മാസവും കൂടി കഴിഞ്ഞു. ഇപ്പം നിലവിൽ ബാലൻസ് ഉള്ളത് ആ സെയിം, അതായത് ഇപ്പം 15 ലക്ഷം രൂപയിൽ 7.5 ലക്ഷം രൂപ വിഡ്രോ ചെയ്തു. ഇനി അടുത്ത 6 മാസം മാർക്കറ്റിൽ ഒരു തരത്തിലുള്ള മാറ്റം ഉണ്ടായില്ല. ബാലൻസ് ഈ 7.5 ലാക്ക് തന്നെയാണ് ഉള്ളത് എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഏകദേശം 12 മാസം, അതായത് ഒരു വർഷം കഴിഞ്ഞു. ഇവിടെ 7.5 ലാക്ക് തന്നെ ആ ഒരു വർഷം കഴിഞ്ഞ സമയത്ത് തൊമ്മിച്ചൻ വിഡ്രോ ചെയ്യുന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണെങ്കിൽ ഇവിടെ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ്. അപ്പോൾ ഇവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 5 ലാക്ക് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലാണ്. പിന്നെ 2.5 ലാക്ക് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റാണ്. ഇത് ക്യാപിറ്റലും ഈ 2.5 ലാക്ക് പ്രോഫിറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന മൊത്തം പ്രോഫിറ്റിന് നമുക്ക് ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ പക്ഷേ നമ്മൾ ഈ ഓൾഡിലാണെങ്കിൽ പുതിയ ടാക്സ് ലാബിലും അനുസരിച്ച് ഓൾഡിൽ നമുക്ക് 1 ലക്ഷത്തിന് മേലെ വരുന്ന പ്രോഫിറ്റിന് മാത്രമേ നമുക്ക് ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി ഉള്ളൂ. പുതിയ ഇത് പ്രകാരം 1.25 ലക്ഷം രൂപയുടെ എക്സംഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമുക്ക് നമുക്കൊന്ന് നോക്കാം. ഓൾഡിലാണെങ്കിൽ ഇപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇവിടെ 2.5 ലാക്ക് ഉണ്ട്. അതിൽ നിന്ന് 1 ലക്ഷം രൂപ കുറക്കാം. അപ്പോൾ ഇവിടെ 1.5 ലാക്ക് വരും. ഇതിൻ്റെ 10%. അപ്പോൾ ഇവിടെ പഴയ ഇത് പ്രകാരം ഇപ്പം തൊമ്മിച്ചനെ സംബന്ധിച്ച് ഏകദേശം ഇവിടെ 15,000 രൂപയാണ് ടാക്സ് കൊടുക്കാൻ അദ്ദേഹത്തിന് ലൈബിലിറ്റി ഉള്ളത്. എന്നാൽ പുതിയ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഇതിൽ വന്ന ഒരു ചെറിയൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.5 ലാക്കിൽ നിന്ന് നമുക്ക് 1.25 ലാക്ക് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് വരുന്നത് 1.25 ലാക്കാണ്. ഇതിൻ്റെ 12.5% ആണ് നമ്മൾ ടാക്സ് കൊടുക്കാൻ നമുക്ക് ലൈബിലിറ്റി ഉള്ളത്. അപ്പോൾ 1,25,000 രൂപയുടെ 12.5% എന്ന് പറയുന്ന സമയത്ത് വരുന്നത് 15,625 രൂപയാണ്. 625 രൂപയാണ്. അതായത് ഇവിടെ ഏകദേശം 625 രൂപയാണ് പുതിയ ടാക്സ് പ്രകാരം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് തൊമ്മിച്ചൻ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഏറ്റവും വലിയ മാറ്റം, അതായത് കൂടുതൽ ടാക്സ് കൊടുക്കാൻ ലൈബിലിറ്റി വരുന്നത് ഈ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, അതായത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു വർഷം ആകുന്നതിന് മുമ്പ് തന്നെ വിഡ്രോ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വളരെ വലിയ രീതിയിൽ തന്നെ കൂടുതൽ ടാക്സ് കൊടുക്കാനുള്ള ലൈബിലിറ്റി വരും. അതേസമയം ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ചെറിയൊരു, അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് കൂടുന്ന സമയത്ത് കുറച്ചുകൂടി കൂടുതൽ വരും. എന്നിരുന്നാൽ പോലും ഈ ഷോർട്ട് ടൈമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വളരെ ചെറിയ രീതിയിലുള്ള ഒരു വ്യത്യാസമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാം മാക്സിമം ലോങ് ടൈമിലേക്ക് പോവുക. പിന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 1,25,000 രൂപയോളം നമുക്ക് എക്സംഷൻ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത ആഴ്ചകളിൽ നമ്മളൊരു വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി. അതായത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് നമുക്കൊരു റെഗുലർ വരുമാനം നമുക്ക് ഉറപ്പുവരുത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു വർഷം 1.25 ലക്ഷം രൂപ പ്രോഫിറ്റ് നമ്മൾ എടുത്ത് നമ്മളുടെ എക്സ്പെൻസ് മാനേജ് ചെയ്യുന്നു. നമ്മൾ കൂടുതൽ എമൗണ്ട് ഇപ്പം നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകം നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ടാക്സേഷൻ, അതായത് ഈ പറഞ്ഞ ഓരോ വർഷം നമുക്ക് കിട്ടുന്ന 1,25,000 രൂപയുടെ എക്സംഷൻ
വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാനും നമുക്ക് കൂടുതൽ ലാഭം നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് ഇപ്പോൾ അടുത്ത ആഴ്ചയിൽ അതിൻ്റെ പിന്നെ വരുന്ന ആഴ്ചയിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ താങ്കൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി താങ്കൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താങ്കൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം മറുപടി നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച തൊമ്മിച്ച ടിപ്സിലെ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.